അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒർനാല് അബ്ദുറഹ്മാൻ ബിൻ സഖർ ദൗസി റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ ഇങ്ങനെ ഇക്കടെ സന്ദർഭത്തിൽ മൂപ്പരിട്ടെങ്കത്തെ ഡ്രസ്സിൽ കയറുൾക ഒരു പൂച്ചമുണ്ട്. ഒരു പൂച്ചരെ വൻപാട്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പള്ളിക്ക് വന്നിട്ട് ആ ഒരു കാര്യം നോക്കുന്നത്. അപ്പോഴാണ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അബ്ദുറഹ്മാൻ ബിൻ സഖർ ദൗസി റളിയല്ലാഹു അൻഹു കേക്കറ് എന്തിരെ ആണെങ്കിലെ കൈയുടെ ഉൾക്കൊള്ളേണ്ട്. അപ്പോഴാണ് അബ്ദുറഹ്മാൻ ബിൻ സഖർ ദൗസി റളിയല്ലാഹു അൻഹു ആ കയ്യിലുള്ളെങ്കിൽ ആ പൂച്ചരെ കാട്ടി കൊടുക്കരുത് എന്നിട്ട് ചൊല്ലുന്ന നബി ഇത് പൂച്ചയാണോ ഉള്ളതുണ്ട്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പിർസത്തിൽ ഒരു പേര് വിളിക്കരുത് അബൂ ഹുറൈറ ചൊന്തു. ആ പേര് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ സഖർ ദൗസി റളിയല്ലാഹു അൻഹു ഭയങ്കര ഇഷ്ടമാണ്. പിന്നീട് ആ പേരിലായിട്ട് ലോകം അറിയപ്പെട്ടത് അതെ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുടെ ജീവന ചരിത്രമായിട്ട് ഉണ്ട് ഞങ്ങൾ എന്താക്കരുത് പഠിക്കുക പോകേണ്ടത്. യമനില് ദൗസ് ഗോത്രത്തിലാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുടെ ജനന ചൊല്ലത്. അങ്ങ് ഫസ്റ്റ് കേട്ട് വെച്ച പേര് അബ്ദു ഷംസുണ്ടാണ് ബഹുമാനപ്പെട്ടവർക്ക് വെച്ച പേര്. അങ്ങനെ അബ്ദു ഷംസ് ആയിട്ട് ഇക്കുന്ന സന്ദർഭത്തിൽ ഈ ദൗസ് ഗോത്രത്തെ ഒരു അമീർ ഇല്ലെങ്കിൽ തലവനായ ആളാണ് തുഫൈൽ ബിൻ അമർ ദൗസി റളിയല്ലാഹു അൻഹു. ഈ തുഫൈൽ ബിൻ അമർ ദൗസി റളിയല്ലാഹു അൻഹു നേരെ മക്കത്തേക്ക് വന്നിട്ട് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് നേരെ എവിടെ പോണ്ട് യമനക്ക് പോണ്ട്, അതായത് ഈ ദൗസ് ഗോത്രത്തേക്ക് പോണ്ട്. അങ്ങനെ ദൗസ് ഗോത്രത്തിൽ പോയിട്ട് അവിടെ പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് നല്ല എന്താക്കുക ആൾമാർക്ക് പഠിപ്പാട്ടി കൊടുക്കും, ദീനിനെ കുറിച്ച് ചൊന്നു കൊടുക്കും. ഇതിൽ ആകൃഷ്ടനായത്തെ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അതായത് ഇപ്പം പേര് അബ്ദു ഷംസാണ്. ഈ അബ്ദു ഷംസ് എന്താക്കരുത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഇസ്ലാമിൻ്റെ മേലെ ആകർഷണമായിട്ട് എന്താവോ പരിശുദ്ധമായ ഇസ്ലാം സ്വീകരിക്കരുത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണ്ട മുന്നോല് ഈ തുഫൈൽ റളിയല്ലാഹു അൻഹു നിന്നിട്ടാണ് എന്താവിടെ ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. അങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ട് അയാൾക്ക് പിന്നെ ഒരു മനസ്സിലൊരു ആശയുണ്ട്, അതായത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കണു എന്നുള്ള ഒരു ആഗ്രഹം, അതായത് പരിശുദ്ധമായ ദീനിൽ ഇസ്ലാമിനെ കുറിച്ചിട്ട് നല്ലോണം പഠിക്കണു എന്നുള്ള ആഗ്രഹം കൊണ്ടിട്ടും നേരെ യോടക വണ്ട് മദീനത്തേക്ക് വണ്ട്. അങ്ങനെ മദീനത്തേക്ക് വന്നിട്ട് സുബഹി നേരമാകുമ്പോഴാണ് എവിടേക്ക് എത്തുന്നത്, മദീനത്തേക്ക് എത്തുന്നത്. അങ്ങനെ സുബഹി നിസ്കാരത്തേക്ക് ഇമാം നിന്നിട്ടുള്ളവർ ആല് നോക്കുമ്പോൾ അവിടെ സിബാഇ റളിയല്ലാഹു അൻഹു ഇമാം നിന്നിട്ടുള്ളത്. അപ്പോൾ സിബാഇ റളിയല്ലാഹുവിൻ്റെ ആ ഒരു ഖുർആൻ്റെ ഓത്ത് കേട്ടിട്ട് ഭയങ്കര ആകൃഷ്ടനാവും, ഭയങ്കര കൊസി അവിടെ ആരൊക്കെ ബഹുമാനപ്പെട്ട അബ്ദു ഷംസ് റളിയല്ലാഹു അൻഹു, അതായത് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് സിബാഇ റളിയല്ലാഹു അൻഹു കേട്ടിട്ടാം നബിയോടുണ്ടും കേട്ടിട്ടാം ചൊല്ലു, നബി ഓടില്ല, നബി ഖൈബർ യുദ്ധത്തിലാണ് പോയത്, അങ്ങനെ ഖൈബറിലുണ്ടും ചൊല്ലു. അങ്ങനെ സുബഹി നിസ്കരിച്ചിട്ട് ഈ ഒരു വിവരം കിട്ടിയ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിന്നെ ഒന്നും നോക്കിയില്ല. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നേരെ ആ ബന്ന വെഹിക്കലിൽ ആ ഒരു വാഹനത്തിൽ എവിടേക്ക് പോകണ്ടു, ഖൈബർക്ക് പോകണ്ടു. അങ്ങനെ ഖൈബർക്ക് പോയ സന്ദർഭത്തിലാണ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഖൈബർ യുദ്ധത്തിൽ വിജയിച്ചിട്ട് ബണ്ട ഒരു സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആരെ കണ്ടുമുട്ടര്, ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിട്ട് കണ്ടുമുട്ടര്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഭാവം കണ്ടിട്ടും ആ ഒരു രൂപം കണ്ടിട്ടും ഭയങ്കര ആകർഷണമായിട്ട് ഇസ്ലാമിൽ ഒന്നും കൂടി ഉറച്ചു നിന്നെടുത്താറ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കറ് എന്തിരെ നിങ്ങളെ പേരുണ്ടോ. അപ്പോഴാണ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊല്ലും എൻ്റെ പേര് അബ്ദു ഷംസുണ്ടാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലേ ഈ പേര് നിങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ പേര് അബ്ദുറഹ്മാനാണ്. അങ്ങനെ അബ്ദു ഷംസ് ഇന്ന പേര് എന്തായിട്ട് അബ്ദുറഹ്മാനായിട്ട് പോയിട്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ അബ്ദുറഹ്മാൻ ചൊല്ലുടെ പേരിലായിട്ടാണ് പിന്നീട് എന്തായത് മദീന പള്ളിയിൽ നിന്നത്. ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒരു സ്വഭാവം കണ്ടിട്ട് പിന്നീട് മനസ്സിൽ വിചാരിച്ചത് ഞാൻ ഇനി എവിടേക്ക് പോകണില്ല, യമനിക്ക് റിട്ടേൺ പോകണില്ല, ഞാൻ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പക്കൽ നിന്നിട്ട് ഒരുപാട് ഇൽമു നക്കി എന്താക്കണോ പഠിക്കണോ എന്നുള്ള ആഗ്രഹത്തിലാണ് പിന്നീട്
എന്താ ആര് ജീവിക്കരുത്? ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ജീവിക്കരുത്. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നേരെ മദീനത്തേക്ക് വന്നിട്ട് അവിടെ അഹ്ലു സുഫയിലാണ് പിന്നീട് ജീവിക്കുന്നത്. അതായത് മദീനത്തിൽ പാവപ്പെട്ട ആൾക്കാർ പഠിക്കുകയായിട്ട് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എന്താക്കിയിട്ടുണ്ട്, ഇതേപോലെ മരത്തെ മടൽ കൊണ്ടിട്ടെങ്കിൽ ഒരു തണലായിട്ട് ജീവിക്കുകയില്ല. അതൊരു തണലിട്ടിട്ട് ഒരു ചില പാവപ്പെട്ട ആൾക്കാർക്ക് ജീവിക്കുള്ള ഒരു സ്ഥലമാക്കി കൊടുത്തു, ഒരു ജാഗയാക്കി കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് പിന്നീട് ആര് ജീവിക്കരുത്? ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്താക്കരുത്? ജീവിക്കരുത്. ഇപ്പൊ പേര് അബ്ദുറഹ്മാൻ ഉണ്ടാണ് ബഹുമാനപ്പെട്ട ആരുടെ പേര്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പേരുന്നത്. ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിട്ടിക്ക് എല്ലാ രീതിയിലും നബി സല്ലല്ലാഹു എല്ലാ പോക്കും വരവും കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് നല്ലോണം ശേഖരിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നിട്ട് എല്ലാ രീതിയിലും ഇൽമു പഠിച്ച ഒരാളാണ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എത്രത്തോളം ചെന്നെങ്കിൽ ബാക്കിയുള്ള സ്വഹാബിങ്ങൾ സ്വർത്തുക്ക് പോകേണ്ട സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ടവർ എന്തായാലും സ്വർത്തുക്ക് പോയില്ല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ മാത്രം ജീവിച്ച ഒരാളാണ്. അതായത് പട്ടിണിയായിട്ടാണ് ആര് ജീവിച്ചത്? ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ജീവിച്ചത്. എത്രത്തോളം പട്ടിണി എന്ത് ചൊന്നുണ്ട് കണ്ടെങ്കിൽ പസി സൈക്കോ തീരാണ്ട് തൻ്റെ ബയറയോടെ നിലത്ത് ഒത്തി വെച്ചോണ്ടും അതേപോലെ ബയത്തുക കല്ല് കെട്ടി വെച്ചോണ്ടും അതേപോലെ എത്രത്തോളം ചൊന്നുണ്ട് കണ്ടെങ്കിൽ പട്ടിണി സൈക്കോ തീരാണ്ട് തല തിരിഞ്ഞിട്ട് പോകേണ്ട ആളും കൂടിയാണ് ആര്? ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ആ സന്ദർഭത്തിൽ ആൾക്കാർ വിചാരിച്ചു ചെയ്യുന്നത് ഇതൊക്കെ എന്തായിട്ടാണ് പിരാന്ത് പിടിച്ചിട്ടാണ് ഇങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊന്നു ഇന്ന് പിൽക്കാലത്തിൽ ഞാനിങ്ങനെ ബോധം കെട്ടിട്ട് ബൂണ്ടോ ഇന്നത് നക്കെന്തായിട്ടാണ് പസി കൊണ്ടിട്ടാണ് ചൊന്നോ ഇന്നത്. അങ്ങനെ പസി നല്ലോണം പട്ടിണി സഹിച്ചിട്ടാണ് ആറ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്താക്കിയത്? ഹദീസ് എല്ലാം റിപ്പോർട്ടാക്കിയത്. നേരത്തെ ചൊന്നതുപോലെ അഹ്ലുസുഫയിൽ ജീവിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ആരെങ്കിലും എന്തെങ്കിലും സഹായിക്കെങ്കിൽ ആ ഒരു സഹായിക്കിയതൊരു ഭക്ഷണമാണ് ആറ് കൂട്ടിയിരുന്നത്? ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്താക്കുന്നു കൂട്ടിയിരുന്നത്. അങ്ങനെ ചില സന്ദർഭത്തിൽ പട്ടിണി ഓവർ ആയതുകൊണ്ടിട്ട് സൈക്കോ തീരാത്തത് കൊണ്ടിട്ടും ചെറിയ സ്വറ ആരാക്കേണ്ടത്? ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആക്കി വരുന്നത്. അതിൽ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ മെയിനായിട്ട് സ്വറ ആക്കി വരുന്നത് ബുഷ്റ ബിൻത്ത് ഗസ്വാൻ ചൊല്ലെങ്കത്ത് ഒരു പെണ്ണുങ്ങളെ മഹദിരി ഔത്തുലാണ് എന്താക്കുന്നത്? സ്വറാക്കേണ്ടിരുന്നത്. അതായത് അങ്ങുബേനായിട്ടുള്ള എനിക്കത്തെ കോലിലെ കെട്ടാക്കിയിട്ട് എന്താക്കാം അങ്ങനെ ഔത്ത് എത്തുവാട്ടി കൊടുക്കാം. അതേപോലെ അങ്ങനെ വൺറ്റഡ് അങ്ങ് പോകുമ്പോൾ ഇവിടെ വൺറ്റഡ് ബല്ലി പിടിച്ചിട്ട് കൂട്ടിക്കൊണ്ട് പോവാം, ഇങ്ങനെ വൺറ്റഡ് കൂട്ടിയോ പോവാം. അതേപോലെ വൺറ്റ മേപ്പാട്ട ഇങ്ങനെ ഒരു ചെറിയ സ്വറ ആക്കിക്കൊണ്ട് ഇന്തും. ഈ സ്വറ എന്ത് ചെന്നുണ്ടെങ്കിൽ ഡെയിലി ഉള്ള സ്വറ ഒന്നുമല്ല. അതായത് ഈ നല്ലോണം പട്ടിണി നല്ലോണം പസി വന്ന സന്ദർഭത്തിൽ ഇതിലെല്ലാം ആക്കിയിട്ടുള്ള സ്വറ കിട്ടിയിട്ടാകുമ്പോൾ അതുക്കുള്ള പൈസ എന്തെടുത്തോണ്ടില്ല എന്ത് വെറും എന്താക്കാം ഒരു പട്ടിണി ആയതുകൊണ്ടിട്ട് എന്തെങ്കിലും ഭക്ഷണത്തിന് പേനായിട്ട് മാത്രമാണ് സ്വറാക്കേണ്ടിരുന്നത്. ആ ഒരു ബയർ നിറഞ്ഞെങ്കിൽ പിന്നെ നേരെ പോയിട്ട് ആരെ ഹദ്റത്തിൽ നിൽക്കും? ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിൽ എന്താക്കും? പോയിട്ടിരിക്കും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നിട്ട് എന്താക്കും? ഹദീസ് റിപ്പോർട്ടാക്കുക. അത്ര മാത്രമേ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് എന്താക്കുക? പരിശുദ്ധമായ ദീന് പഠിക്കുക. അത്ര മാത്രം ആരാക്കിക്കൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആക്കിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെ ഈ ഒരു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ അബൂ ഹുറൈറ ചൊല്ല ഒരു പേര് കിട്ടുക ഒരു കാരണമുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പൂച്ചയുണ്ട്. അതായത് ഈ വണ്ടമേപ്പാട്ട് പോകേണ്ട സന്ദർഭത്തിലും ഈ ഒരു പൂച്ച കൂട്ടിക്കൊണ്ട് പോകേണ്ടിയുണ്ട്. അതേ പൂച്ചരെ ജാവ് അവിടെ സന്ദർഭത്തിൽ ഒരു മരത്തെ തന്നെ എന്താക്കും? സൂക്ഷിച്ചിട്ട് കിടപ്പാട്ടും. ബാക്കി എല്ലാ സന്ദർഭത്തിലും ബഹുമാനപ്പെട്ടവരുടെ കയ്യിൽ എന്തുണ്ട്? ഈ ഒരു പൂച്ച ഇന്ത്. അങ്ങനെ ഒരു നാൾ ഈ ഒരു പൂച്ച ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അപ്പോൾ പേര് അബ്ദുറഹ്മാൻ ചൊന്നല്ല, ആ അബ്ദുറഹ്മാൻ റളിയല്ലാഹുവിൻ്റെ ആ ഒരു കൈരൊൽഗത്തിലും കൈ സ്ലീവില്ല ആ കൈരൊൽഗത്തിൽ എന്നുണ്ട് ഈ ഒരു പൂച്ച വഞ്ചി തെച്ചിട്ട് ദൈപ്പാട്ടിട്ട്. അപ്പോഴാണ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വന്നിട്ടാകുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കേൾക്കട്ടെ ഇത് എന്തിനേണ്ടി കേൾക്കുക. അപ്പോൾ കേൾക്കുമ്പോൾ കയ്യിലൊഴുകി എന്തരുള്ളേ അപ്പോൾ ചുള്ള പൂച്ചയാണുള്ളത്. ആ ഒരു പൂച്ചരെയും ആ ഒരു ആകൃതിയും കണ്ടിട്ട് ആ ഒരു കൊസ്യം കണ്ടിട്ട് അതിനോടുള്ള ആ ഒരു മൃഗത്തോടുള്ള സ്നേഹം കണ്ടിട്ട് ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വിളിക്കുന്ന പേരാണ് അബൂ ഹുറൈറ, പൂച്ചയുടെ ബാപ്പ ചൊന്തു. അപ്പോൾ ഈ ഒരു പേര് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നോട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നീട് ആ അബ്ദുറഹ്മാൻ ചുള്ള പേരും വിട്ടിട്ടു. പിന്നെ ലോകം അറിയപ്പെട്ടത് എന്താണ്? അബൂ ഹുറൈറ ചുള്ള ഒരു പേരിലാണ്. അപ്പോൾ ഫസ്റ്റ് കേട്ടിരുന്ന പേര് അബ്ദു ഷംസിൻ്റാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വെച്ച പേരാണ് അബ്ദുറഹ്മാൻ. അത് കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പിരിസത്തിൽ വെച്ച പേരാണ് അബൂ ഹുറൈറ. പിന്നീട് ലോകം അറിയപ്പെട്ടത് ഈ അബൂ ഹുറൈറ ചുള്ള പേരിലാണ്. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പഠിക്കുന്ന സന്ദർഭത്തിൽ, അതായത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു ജീവന പഠിക്കുന്ന സന്ദർഭത്തിൽ ഭയങ്കര മറവിയാണ് വന്നു ഇന്നത്. അതായത് നനപ്പില്ലാണ്ട് അവിടെ മറവി ശക്തിയാണ് ഇന്നത്. അപ്പോഴാണ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബന്ധുള്ള നബി എന്നൊക്കെ ഭയങ്കര എന്താണ് മറവിയുണ്ട്, എല്ലാ കാര്യം മറക്കിട് പഠിച്ച കാര്യമെല്ലാം മറന്നുകൊണ്ട് ചൊല്ലും. അപ്പോഴാണ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലും, നീ പേക്കടെങ്കിൽ ആ ഒരു പുതപ്പില്ല ആ ഒരു വല്ലില്ല അതുകൂടെ താ ചൊല്ലും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കട ആ ഒരു പുതപ്പ് കൈവച്ചിട്ട് എന്തോ ദ്വാർന്നിട്ട് എന്തോ ഒരു കാര്യം അതിക്ക് എന്താക്കി ഇട്ട് കൊടുക്കും. എന്നിട്ട് ചൊല്ലും, ഈ പുതപ്പ് എന്താക്കും നീ നെഞ്ഞിൽ മേലെന്താക്ക് ബെയ്യും ചൊല്ലും. അങ്ങനെ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ ഒരു പുതപ്പെടുത്ത് നെഞ്ഞിൽ വെച്ചാൽ പിന്നീട് ബഹുമാനപ്പെട്ടവർക്ക് എന്തായില്ല മറവി സംഭവിച്ചിട്ടില്ലാണ്ടാണ്. അതൊക്കെ അത്രക്കും ഓർമ്മശക്തിയാണ് ആറുകൊണ്ടത് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇന്നത്. ഈ ഒരു സംഭവത്തിൽ പിന്നീട് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാത്തിൽ പിന്നെ ഈ എല്ലാ ഓർമ്മശക്തി അളക്കോബേനായിട്ട് വലീദ് ബിൻ ഉത്ബ, അത് ബഹുമാനപ്പെട്ട എന്താണ് താബിയാണ്, മൂപ്പർ ഇങ്ങനെ ഇയാളെ ഒരു ഓർമ്മശക്തി അളക്കോബേനായിട്ടുള്ള ഒരു സംഭവം ചെയ്തതാണ്. അതായത് ഒരു നാൾ ഈ വലീദ് ബിൻ ഉത്ബ എന്താ ഗവർണറായിട്ട് എന്ത് അപ്പോൾ ബഹുമാനയുടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് എന്താക്കിയത് കുറേ ഹദീസ് ഇങ്ങനെ എന്താക്കിയത് കേട്ടത്. അപ്പോൾ ഈ വലീദ് ബിൻ ഉത്ബരെ ഒരു ആള് എല്ലാം കാരി എൽതരംഗത്താറ് എന്തായിരുന്നു ഒരു മറവില്ല, അതായത് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കാണാത്ത ഒരു രൂപത്തിൽ പോയിട്ട് ദച്ചിട്ടുണ്ട്. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്തെല്ലാം ചൊല്ലു അതെല്ലാം ഈ മനുഷ്യൻ എന്താക്കിയത് എഴുതി വെച്ചിട്ട്. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞാൽ പിന്നീട് ഈ വലീദ് ബിൻ ഉത്ബ എന്താക്കിയത് പിന്നെയും ആരെ വിളിച്ചത് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് ചൊന്നു അണ്ട് ചൊന്ന ഹദീസിൽ അത് ഒന്നും കൂടി ചൊല്ലുവാൻ കേട്ടു. അങ്ങനെ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ രണ്ടാമത്തെ, അതായത് 300 വർഷം ചൊന്ന അതേ ഹദീസ് രണ്ടാമത്തെ വർഷം എന്താക്കി ചൊന്തു. അപ്പോൾ ഈ ആൾ അങ്ങനെ എന്താക്കി എഴുതിയിട്ട് നോക്കുമ്പോൾ പിന്നീട് നോക്കുമ്പോൾ അണ്ട് ചൊന്ന ആ പലക്കത്തിൽ ഒരു ഹർഫ് പോലും തപ്പാണ്ട് അതേപോലെയാണ് ആറ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്താക്കിയത് ചൊന്നത്. അപ്പോൾ അത്രക്കും ഒരു ഓർമ്മശക്തിയുടെ ഒരു ആളായിട്ട് ഇത് ആറ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അതുക്കുള്ള കാരണം ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആ കൊടുത്തെങ്കിത്ത ആ ഒരു പുതപ്പ് ഇല്ലെങ്കിൽ ആ ഒരു വല്ലിയിലാക്കിങ്കിത്ത ആ ഒരു ദുആ കൊണ്ടിട്ടാണ്. അതേപോലെ പിന്നെ ഒരു സംഭവം എന്തൊരു ചൊന്നിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഏറ്റവും തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു വിലപ്പെട്ട ഒരു വിഷയം എന്തൊരു ചൊന്നിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ ഇസ്ലാം സ്വീകരിക്കുന്ന ഒരു വിഷയമാണ്. അതായത് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ എന്തായിട്ടുള്ള ഇസ്ലാം ആയിട്ടുള്ള അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എല്ലാ നാളും ഉമ്മയുടെ മുട്ട പോയിട്ട് ചൊല്ലും, ഉമ്മയുടെ പോയിട്ട് ചൊല്ലും, ഇസ്ലാമിനെ കുറിച്ച് നല്ല പഠിപ്പാട്ട് ചൊല്ലും, ഇസ്ലാമിനെ കുറിച്ച് നന്മയും തിന്മയും എല്ലാം ഇങ്ങനെ ചൊന്നു കൊടുക്കും. അപ്പോൾ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ എന്തായില്ല ഇസ്ലാം സ്വീകരിച്ചില്ല. എപ്പോഴും എന്താക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു ദീനിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു നാൾ ദീനിനെ കുറിച്ച് ചൊന്നപ്പം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ എന്താക്കിയത് ഈ പരിശുദ്ധമായ ഇസ്ലാം ദീനെ കുറിച്ച് പറഞ്ഞിട്ടും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും എന്താക്കി തല വേണ്ടാത്തത് കുറേ പറച്ചലുള്ള പറഞ്ഞു. ഇത് കേട്ടെങ്കിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ബേജാർ സഹിക്കുകയില്ല. അങ്ങനെ നേരെ എന്താക്കരുത് ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വന്നിട്ട് ബേജാറിൽ ബുൾപ്പിട്ടുകൊണ്ട് വന്നിട്ടുള്ള നബിയെ നൻ്റെ ഉമ്മ നിങ്ങൾക്ക് ഉപയോഗമായിട്ട് ഇസ്ലാം പരിശുദ്ധമായ ദീനക്ക് പറഞ്ഞത് അതേപോലെ നിങ്ങൾക്കും പറഞ്ഞത് അതിനൊക്കെ സൈക്കോ തീരില്ല നബിയെ, നിങ്ങൾ എന്താക്കുന്നത് എൻ്റെ ഉമ്മ ഇസ്ലാം അത് സ്വീകരിക്കുകയായിട്ട് ഇല്ല മുസ്ലിം ആകുകയായിട്ട് അതായത് ഹിദായത്ത് കിട്ടുകയായിട്ട് നിങ്ങൾ എന്താക്കുക ദ്വാരക്കുറ നബിയെ ചൊല്ലു. അങ്ങനെ ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കർ അതൊക്കെ ബേനായിട്ട് ദ്വാരക്കർ ഹിദായത്ത് കിട്ടുകയായിട്ട് ദ്വാരക്കർ. അങ്ങനെ ഈ ഒരു ദ്വാരന്ന് ഒരു കൊസി കൊണ്ടിട്ട് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നേരെ എവിടേക്ക് പോകണ്ടു ഔത്തുക്ക് പോയിട്ട് നോക്കുമ്പോൾ ഔത്ത് എന്തായി ബായിലിട്ടിട്ടുണ്ട്, അതായത് ഉൽഗത്ത് ലോക്ക് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഉൽഗത്തിൽ എന്തോ ഒരു തന്നി ഇങ്ങനെ ഒൽകിടെങ്കിത്തെ സൗണ്ട് മാറി കേട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കേട്ടുകൊണ്ട് തെല്ലുനാറ് കഴിഞ്ഞാൽ പിന്നെ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ എന്താക്കിയത് ബായിൽ ഇങ്ങനെ തുറക്ക് പണ്ട സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ കുളിച്ചിട്ട് നല്ല ഡ്രസ്സ് ഇട്ടിട്ട് നേരെ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊല്ലും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അതായത് പരിശുദ്ധമായ കലിമത്ത് എന്താക്കറ് ചൊല്ലുക, അതായത് പരിശുദ്ധമായ ഇസ്ലാമിൽ എന്താക്കറ് സ്വീകരിക്കുക. ഇത് കണ്ടെങ്കിത്തെ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൊസിസ് എന്താവില്ല സൈക്കോ തീരില്ല. നേരെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബന്ധുള്ള നബിയെ നൻ്റെ ഉമ്മ എന്തായത് പരിശുദ്ധമായ ഇസ്ലാം സ്വീകരിച്ചിട്ട് പിന്നെ ചൊല്ലുന്ന നബിയെ നക്കും നൻ്റെ ഉമ്മക്കും എന്താക്കുക നിങ്ങൾ ദ്വാരക്കുറ നബിയെ എന്താക്കറ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്താക്കുക
എന്താക്കുക ചൊല്ലും. ഇങ്ങനെ അത്രക്കും ഉമ്മറമേൽ നല്ലോണം പിരിസവും അതേപോലെ പരിശുദ്ധമായ ഇസ്ലാം സ്വീകരിക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് എന്താർക്ക് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അതേപോലെ ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ നടന്ന പിന്നൊരു മോജിസത്തും ചൊല്ലാം. പിന്നൊരു മോജിസത്ത്, അതായത് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പട്ടിണിയിൽ ഇക്കരെ സന്ദർഭത്തിൽ നല്ല പട്ടിണിയാണ്, അതായത് പസി സൈക്കോ തീരുകൊണ്ടില്ല. അപ്പോഴാണ് ഒരു നാൾ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കരുത് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിളിക്കരുത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ നിന്ന് ചെറിയൊരു പാത്രത്തിൽ തെല്ല് പാലുണ്ട്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ ചൊല്ലും അഹ്ലു സുഫയിലുള്ള ആൾക്കാർ എന്താക്കുക എല്ലാവരും ബിലിക്ക് ചൊല്ലും. അതായത് കുറേ ആൾക്കാർ ഇൽമു പഠിക്കണമെങ്കിൽ വേറെ കുറേ ആൾക്കാർ പാവപ്പെട്ട ആൾക്കാർ സ്വഹാബികളിൽ നിന്നാണ്. അപ്പോഴാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ബേരിക്കരുത് നബിയെ ഇങ്ങനെ മനസ്സിൽ ബേരിക്കരുത് തെല്ല് പാലല്ലേ ബാക്കിരം കൊടുത്തെങ്കിൽ എന്താ പറയുക നക്ക് പാൽ കിട്ടലാണ്ട് ബേരിക്കരുത്. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്താക്കുക എല്ലാ സ്വഹാബികളെ വിളിക്കരുത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കുക ആ ഒരു പാലിലെ ഒരു ഇടം എന്താക്കുക കൊടുക്കുക. അങ്ങനെ എല്ലാവരും കുടിച്ചിട്ട് അവസാനം ആരെ കൈക്കത്തർ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈക്കത്തർ നോക്കുമ്പോൾ അതിലെന്തേക്കറ് ആ പാൽ അങ്ങനെ ഇക്കറ് എല്ലാവരും കുടിച്ചിട്ട് അങ്ങനെ ഇക്കറ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചൊല്ല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നീ എന്താക്കി പാൽ കുടിക്ക് ചൊല്ലും. അങ്ങനെ കുടിക്കരുത്. അങ്ങനെ കുടിച്ച് എത്രത്തോളം വന്നെങ്കിൽ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ബയറ് നൊരടി അവിടത്തോളം എന്താക്കറ് ആ ഒരു പാൽ എന്താക്കറ് കുടിക്കരുത്. പിന്നീട് ആ പാൽ അത് കുടിച്ചിട്ടും ആ പാൽ എന്തോടെ ബാക്കിയോടെ പിന്നീടാണ് അതിലെന്താക്കുക ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കരുത് കുടിക്കരുത്. അപ്പോൾ ഇത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ ഒരു മുഅ്ജിസത്താണ്. പട്ടിണിയിലായിട്ട് ജീവിച്ചെങ്കിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിന്നീട് തൻ്റെ ജീവിതം എന്തായിരുന്നു മെച്ചപ്പെട്ടിട്ടുണ്ടാണ് ചരിത്രകാരന്മാർ എന്താക്കരുത് പടിപ്പടി തണ്ടത്. അതായത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ബഹ്റൈൻ്റെ ഗവർണറായിട്ടാണ് ആരെ നിയമക്കാക്കരുത് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ എന്താക്കരുത് നിയമക്കാക്കരുത്. ആ ഒരു സന്ദർഭത്തിൽ പട്ടിണിയെല്ലാം പോയിട്ട് നെല്ലോണം എന്താ പൈസ ഒരു അവിടെങ്കിലത്തെ ഒരു കാലഘട്ടത്തിൽ ആർക്ക് വേണ്ട ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹുവിന് വേണ്ട. ആ ഒരു സന്ദർഭത്തിലാണ് മുന്നോലോ ഏതൗത്തിലാണോ സ്വർത്തിലിൻ്റെത് ആ ഒരു പെണ്ണിങ്ങളെ പിന്നീട് ആറ് മങ്ങിലാടുക ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മങ്ങിലാടുക. അതായത് ബുഷ്റ ബിൻത്ത് ഖസ്വാൻ റളിയല്ലാഹു അൻഹു പിന്നീട് എന്താവും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്താവും മങ്ങിലാവും. അത് ബുഷ്റ ബിൻത്ത് ഖസ്വാൻ റളിയല്ലാഹു അൻഹു മങ്ങിലാവിടെയിട്ടും അതല്ല ഇവരെ മോല മങ്ങിലായിട്ടും എന്തുകൊണ്ട് ചരിത്രകാരന്മാരുടെ സംശയമുണ്ട്. ഏതായാലും ആ ഒരു അവസ്ഥയാണ് പിന്നീട് എന്താവിടുത് മങ്ങിലാവിടുതും. പിന്നീട് നല്ല നല്ല ഭക്ഷണമൊക്കെ ആറ് കഴിക്കട് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തിന്നിട്. അതുമാത്രമല്ല പിന്നീട് ഒരുപാട് ആൾക്കാർക്ക് ഇസ്ലാമിക പ്രചരണം അതുപോലെ ഇസ്ലാമികമായ ഹദീസ് പഠിപ്പാട്ടി കൊടുത്തതും അതേപോലെ ബാക്കിയുള്ള സ്വഹാബത്തിൽ നിന്നിട്ട് ഹദീസ് പഠിക്കുകയും ചെയ്തിരാറ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അതേപോലെ ഈ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്തായിട്ട് പൈസ തെല്ല് ജാസ്തി ആയിട്ട് ആരെ ബേരിച്ചെത്ത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ബേരിച്ചെത്ത് ആ ബഹ്റൈനിൽ നിന്ന് ഉള്ള ആ ഒരു ഗവർണർ സ്ഥാനത്ത് എന്താക്കരുത് ഇല്ലാണ്ടാക്കരുത്. പിന്നീട് നോക്കിയപ്പം അതെന്താക്കിയതെല്ലാം ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സ്വന്തം നയിച്ചിട്ടാണ് എന്താക്കിയത് പൈസ ആക്കിയത്. അതായത് ആ ഒരു കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ കോലല്ല കെട്ടാക്കിയിട്ട് അതിലെന്താക്കി അതായത് സന്തൽ വന്നിട്ട് വിത്തിട്ട് അതിൽ നിന്നിട്ടെല്ലാം എന്താക്കിയത് പൈസ ആക്കിക്കൊണ്ടിരുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ ഒരു രസകരമായ ഒരു കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഒരു കോളിൽ കെട്ടായിട്ട് ബണ്ട സന്ദർഭത്തിൽ ആൾക്കാരുടെ ചൊന്നയിന്ത് അതായത് അമീർ ബന്ധോണ്ടുണ്ട് നിങ്ങൾ എന്താ കുറെ തെരുവ് നക്ക് വിട്ടു തറുണ്ട് ഒരു തമാശ രൂപേന ആറ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊന്നയിന്ത്. എന്നാലും ആ ഒരു കാലഘട്ടത്തിലും നല്ല ഒരു വിനയത്തോടെയാണ് ആര് ജീവിച്ചത് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്താക്കിയത് ജീവിച്ചത്. അതേപോലെ പിന്നൊരു രസകരമായ ഒരു കാര്യം എന്താ കണ്ടെങ്കിൽ ഒരു നാല് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇങ്ങനെ മദീനത്തിൽ ഇങ്ങനെ ബണ്ട സന്ദർഭത്തിൽ ആൾക്കാരെല്ലാം ഭയങ്കര കച്ചവടത്തിലുള്ള അതായത് സന്തയിൽ ഇങ്ങനെ ബിക്കടെ ഒരു ഭയങ്കര ഇതിലുള്ള വിത്തോണ്ടുള്ള എല്ലാ സാമാനം ബിക്കര ഒരു ആ ഒരു ശ്രദ്ധയിലാണ് ഉള്ളത്. ആ ഒരു സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊല്ലും നിങ്ങെന്ത് എല്ലാവരും സാമാനോടെ ബിത്തോണ്ടുള്ളമ അവിടെ മദീനത്ത് പള്ളിയിൽ എന്താക്കിയിട്ടുള്ളാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനന്തര സ്വത്ത് അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാക്കി വിട്ടെങ്കിൽ സ്വത്ത് എന്താക്കിയുള്ളാറ് കൊടുത്തുള്ളാറ്. അപ്പം നിങ്ങെന്ത് അവിടെ പോകണില്ലാണ് കേൾക്കാറ്. അപ്പം ആൾക്കാർ എന്താക്കുക ഈ ഒരു സാമാൻ ഇവിടെ ഒരു വ്യാപാരം അവിടെ വിട്ടിട്ട് നേരെ പള്ളിക്ക് പോകണ്ടാറ്. ആ പള്ളി പോയിട്ട് നോക്കുമ്പോൾ അവിടെ എന്താക്കിയുള്ളാറ് ആൾക്കാർ ഖുർആൻ പഠിച്ചുകൊണ്ടും അതേപോലെ ഹദീസ് പഠിപ്പാട്ടിയുണ്ടും ഉള്ളാറ്. അങ്ങനെ ആൾക്കാർ നേരെ വന്നിട്ട് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കേൾക്കുന്നത് അവിടെ അവിടെ ആൾക്കാർ പഠിച്ചോണ്ടില്ലല്ലേ അവിടെ ഒന്നും പൈസ കാര്യം കൊടുക്കുന്നത് കണ്ടോണ്ടില്ലല്ലേ ചൊല്ലും. അപ്പോഴാണ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കേൾക്കുന്നത് അവിടെ നിങ്ങൾ എന്തിനെ കണ്ടാറുണ്ട് അപ്പോൾ ചൊല്ലും അവിടെ പൈസ ഒന്നും കൊടുക്കുന്നത് കണ്ടില്ല അവിടെ ആൾക്കാർ പഠിച്ചോണ്ടുള്ളാരും ചൊല്ലും.
അപ്പോഴാണ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊല്ലുക, അതേ നാൻ ചൊന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനന്തര സ്വത്ത് ചൊല്ലത് എന്തായിട്ടിക്കറും ഈ ഒരു ഇൽമായിട്ടിക്കറ്, അതായത് ഖുർആനും അതേപോലെ ഹദീസ് പഠിപ്പാട്ടിറങ്ങിക്കത് ആ ഒരു കേന്ദ്രമായിട്ടിക്കറെങ്കിൽ ആ ഒരു നബി സല്ലല്ലാഹു വിട്ടുപോയ കാര്യം അത് മാത്രമായിട്ടിക്കറും അതായിട്ടിക്കറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനന്തര വസ്തു ഉണ്ടാണ് ചൊല്ലത്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ എന്തായിട്ട് മദീനത്തിൽ ഗവർണറായിട്ടും എന്തായി സ്വറ ആക്കിയിട്ടുണ്ട്. ഈ എല്ലാ കാലഘട്ടത്തിലും ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അത്രക്കും വിനയത്തിലും അത്ര ബഹുമാനത്തിലൂടെയാണ് എന്തൊക്കെ ജീവിച്ചത്. ഒരു നാൾ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, അതായത് ഒരു ഹാഫിളാണ്, ഖുർആൻ പണ്ഡിതനാണ്. അപ്പോൾ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഒരു വണ്ടിൽ ഇങ്ങനെ ദച്ചിട്ടിക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്താക്കി ആ വണ്ടിയുടെ മൂക്ക് കയറും, അതായത് അതിലെ ബല്ലി പിടിച്ചിട്ട് എന്താക്കി നടന്നെത്തും. അപ്പോഴാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ചൊല്ലിയത്, നീ എന്തിനാ ആക്കിയോണ്ടുള്ളത്, കാരണം നീ ഒരു വണ്ടിയുടെ ബല്ലി പിടിക്കണ ആളെന്തും അല്ല, നിങ്ങൾ ഏറ്റവും വലിയ ആളാണ്. ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും ആദരിച്ച ഒരാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഒരുപാട് ഹദീസ് പഠിച്ചെങ്കിൽ ഒരാളായിട്ടിരിക്കുക. അപ്പം നിങ്ങൾ എന്താക്കണം, ഈ ഒരു മൂക്ക് കയറി പിടിക്കേണ്ട ചൊല്ലും. അപ്പോഴാണ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊല്ലിയത്, നിങ്ങൾ വലിയൊരു പണ്ഡിതനാണ്, പണ്ഡിതനെ ബഹുമാനിക്കണം എന്ന് എൻ്റെ കടമായിട്ടിരിക്കുക, അതാണ് ഞാൻ ഇങ്ങനെ ആക്കിയതുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എന്താക്കുക ആ വണ്ടിയുടെ ഇഴിഞ്ഞിട്ട് നേരെ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്താക്കുക കൈമുത്തി ചൊല്ലും, അള്ളാഹുവിൻ്റെ കുടുംബത്തെയും അതേപോലെ അള്ളാഹു ആദരിച്ചെങ്കത്തെ ആൾക്കാരെയും പണ്ഡിതന്മാരെയും ഞങ്ങൾ ബഹുമാനിക്കരുത്, ഇങ്ങനെയായിട്ട് ഇക്കറിയണ്ടോ. അപ്പം അത്രക്കും വിനയത്തിൽ ജീവിച്ചെങ്കത്തെ ഒരാളാണ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിന്നെ ഒരു കാര്യം ചൊല്ലും, ഞാൻ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നിട്ട് 2 പാത്രത്തിലായിട്ടാണ് ഇൽമ പഠിച്ചത്. അതായത് ഒരു പാത്രത്തെ ഇൽമാണ് ഞാൻ എന്താക്കിയത് ഈ ഭൂമി ലോകത്ത് പഠിപ്പാട്ടി കൊടുത്തത്. പിന്നൊരു പാത്രത്തെ ഇൽമ എങ്ങാനും ഞാൻ പുറത്തുള്ള, അതായത് ദുനിയാലുള്ള ആൾക്കാർ പഠിപ്പാട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നൻ്റെ അൽക്കൽ എന്തിക്കലാണ് തല ഇക്കലന്ത്, അതായത് ആൾക്കാർ കൊത്തിട്ടെടുക്കാൻ തര. അങ്ങനെ 2 പാത്രത്തിലായിട്ടാണ് ഞാൻ എന്തെങ്കിലും ഇൽമ പഠിച്ചതുണ്ട്. അപ്പം രഹസ്യമായ ഇൽമും അതേപോലെ പരസ്യമാക്കാനായ 2 ഇൽമും ആര് പഠിച്ചിട്ടുണ്ട്, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു പണ്ഡിതന്മാർ ചൊല്ലത്, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പുറത്ത് പഠിപ്പാട്ടി കൊടുത്തെങ്കിലത്തെ ഇൽമു ചൊല്ലത് ഹലാലും ഹറാമുമായ കാര്യത്തെ കുറിച്ചിട്ട്, അതായത് ഇസ്ലാമികമായ നിയമത്തെ കുറിച്ചിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നെങ്കിലത്തെ ചില കാര്യങ്ങളായിട്ട് എന്ത് പഠിപ്പാട്ടി കൊടുത്തത്. അതായത് ഹലാല ഹറാമു ചൊല്ലെങ്കിലത്തെ കാര്യമെല്ലാം ആറ് പഠിപ്പാട്ടി കൊടുത്തിട്ട് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിപ്പാട്ടിയിട്ട് കൊടുത്തിരും. പിന്നെ ഒരു കാര്യം ചൊന്ന ഗൈബിയായ കാര്യമാണ്. ഗൈബിയായ കാര്യം ചൊന്നെങ്കിൽ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാഷ്ട്രപരമായിട്ട്, അതായത് ഇപ്പം നടക്കുന്ന ഭരണപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്താക്കി ചൊന്നു കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ഫിത്തന വരും, ഇങ്ങനത്തെ ആൾക്കാരാണ് ഫിത്തനക്കാർ, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കുന്ന പഠിപ്പാട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കാര്യം പുറത്ത് ചൊന്നിട്ടെങ്കിൽ ആ ആൾക്കാർ ആറ് കൊല്ലന്താറ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്താക്കന്താറും കൊല്ലന്താറ്. അങ്ങനെയാണ് ചൊന്നത് നന്റെ അൽക്കൽ ദിക്കലന്ത് തലക്കലന്ത്. അങ്ങനെ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊന്നിട്ടിന്ത് ഹിജ്റ 60 വർഷത്തിൽ പിന്നെ ഉള്ള ജീവിതം നക്ക് നീ തറവ് തീരാ റബ്ബെ, അതായത് ദ്വാർന്നോട്ടിന്ത്, അതായത് മക്ക ഭരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ നീ എന്താക്കൂ തീര ജീവിപ്പിക്കോ തീര, അതായത് 60 വർഷത്തെ മുന്നിൽ തന്നെ എന്താക്കണം നീ മരിപ്പിക്കണോ എന്നുള്ള ആ ഒരു ആറ് ദ്വാർന്നിട്ടിന്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ദ്വാർന്നിട്ടിന്ത്. ആ ഒരു ദുആ പ്രകാരമേ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹിജ്റ 50 എന്താവിടുത് വഫാത്താവിടുത്. 57 ചൊല്ലത് ആ ഒരു കാലഘട്ടത്തിലാണ് എന്താവിടുത് വഫാത്താവിടുത്. അതായത് 78ാമത്തെ വർഷത്തിലാണ് ആറ് വഫാത്താവിടുത് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്താവിടുത് വഫാത്താവിടുത്. ഹിജ്റ 60 പിന്നെ വന്നത് മുആവിയ റളിയല്ലാഹുവിൻ്റെ മോൻ്റെ ഭരണമാണ്. ആ ഒരു ഭരണകൂടത്തിലാണ്, ആ ഒരു സന്ദർഭത്തിലാണ് ഒരുപാട് അനാചാരമൊക്കെ നടന്നത്, കർബലയൊക്കെ യുദ്ധമൊക്കെ നടന്നത് ആ ഒരു സന്ദർഭത്തിലാണ്. അപ്പോൾ അതിന് മുമ്പേ ആറ് വഫാത്തായിട്ട് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഫാത്തായിട്ട്. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഫാത്താവുന്ന സന്ദർഭത്തിൽ വളരെ ഭയങ്കര ബേജാറിലാണ് ഉണ്ടായത്. അതായത് മരിക്കുന്ന സന്ദർഭത്തിൽ ചൊന്നത്, ഞാൻ ഒരു വലിയൊരു യാത്ര കാണിപ്പോൾ എന്താക്കരുത് പോകേണ്ടത്, അതായത് പരലോകത്തേക്കുള്ള ഒരു യാത്രയാണ്. പക്ഷെ എൻ്റെ കയ്യിലുള്ള ഒരു സ്വത്താവട്ടെ വെറും ചെറുതാണ്. അതായത് എൻ്റെ കയ്യിലുള്ള അമൽ ചൊല്ലത് തെല്ലായിട്ടിക്കറും. ഈ അമൽ വെച്ചിട്ട് ഞാൻ അള്ളാഹുവിടെ എങ്ങനെയാണ് നോക്കേണ്ടത്, ഞാൻ സ്വർഗത്ത് പോവേ ഞാൻ നരകത്ത് പോവേ, ആ ഒരു ചിന്തയിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്താക്കിയിട്ട് ബുൾപ്പിട്ടുകൊണ്ടിരുന്നിട്ടാണ് ചരിത്രകാരന്മാർ എന്താക്കരുത് ചൊല്ലത്. അങ്ങനെ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അഖീഖ ചൊല്ലി ജാഗിൽ വെച്ചിട്ടാണ് എന്താവിടുത് വഫാത്താവിടുത്.
അവിടെയാണ് പിന്നീട് എന്തായിട്ട് അവയുന്നത് ആരത് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവയുന്നത് അഖീഖ ചൊല്ലി ജാഗിൽ വെച്ചിട്ടാണ്. അതായത് അഹ്ലു സുഫ എന്തുമില്ലാത്ത പാവപ്പെട്ടവനായി ജീവിച്ചെങ്കിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിന്നീട് ഏറ്റവും വലിയ ഒരു ആളായിട്ട് പോകേണ്ടത് എന്നുള്ളതാണ്. അതായത് പട്ടിണിയിൽ നിന്നിട്ട് വലിയൊരു ആളായിട്ട് എത്തിയ ആളാണ് ആര് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അങ്ങനെ അഖീഖയിൽ വെച്ചിട്ട് വഫാത്താവുകയും അവിടെ നിന്നിട്ട് ഇവിടേക്ക് ബഹുമാനപ്പെട്ട മദീനയെ കൊണ്ടുവന്നിട്ട് ജന്നത്തുൽ ബഖീലാണ് എന്താക്കരുത് മയ്യത്ത് ഖബറെടുക്കരുത്. വലീദ് ബിൻ ഉത്ബ ആണ് എന്താക്കുന്നത് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഏകദേശം 5374 ഹദീസാണ് റിപ്പോർട്ടാക്കിയത്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയത്. അപ്പോൾ അത്രയ്ക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേക ജീവനം പഠിച്ച ഒരാളായിട്ട് ഇക്രാറ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ടവർ കൂടെ ഞങ്ങൾ എല്ലാവരും ജന്നാത്തുൻ നഈം എന്ന സ്വർഗ്ഗത്തിൽ ഞങ്ങൾ എല്ലാവരും എന്താക്കട്ടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ചൊന്തും ഇത്രയായിട്ട് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ചരിത്രം ചൊല്ലത് ബണ്ട് നാൾ പുതിയ ചരിത്രമായിട്ട് ബണ്ട് അത്രത്തോളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.